ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ നമ്മുടെ കുട്ടപ്പനാക്കി ഉസ്സാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആൾട്ടോദാ ഫുൾ കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നല്ല അലോയും കാര്യങ്ങളൊക്കെ വെച്ച് പുതിയ ടയറും വെച്ചിട്ടാണ് നമ്മളിതാ ആൾട്ടോ ഫുൾ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ആൾട്ടോൻ്റെ അലോയ് ഇട്ടപ്പോൾ തന്നെ ആൾട്ടോൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ അതിൽ തന്നെ കൂളിങ് കൂടി ചെയ്തപ്പോൾ ആൾട്ടോൻ്റെ ലുക്ക് ഒന്നുകൂടി മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തതാണ് അടിയിലെ ബമ്പർ ലിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്തൊക്കെ വെച്ചാൽ സൈഡത്തെ സ്കേർട്ട് വാങ്ങിയിട്ടുണ്ട്. ഇനി ആ സ്കേർട്ടൊന്ന് ഫിറ്റ് ചെയ്യാണ്ട്, അതേപോലെ തന്നെ ബമ്പർ ചെറുതായിട്ടൊന്ന് മാറ്റണം എന്നുണ്ട്. ആ ചിലപ്പം മാറ്റും, അല്ലെങ്കിൽ അതന്നെ വെച്ചിട്ട് അതൊന്ന് പുട്ടിയിട്ടിട്ട് കളറും കാര്യങ്ങളൊക്കെ മാറ്റാണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ മിറർ ജസ്റ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാണ്ട് ബ്ലാക്ക് ആക്കണം. കുറച്ചുകൂടി ആ ഫോൾഡബിൾ ആയിട്ടുള്ള ആ ഒരു മിറർ വെക്കണം എന്നുണ്ട്. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ നമ്മൾക്ക് ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട്. നമ്മുടെ ഇപ്പോൾ നമ്മൾ വർക്ക് എടുക്കുന്ന സൈറ്റിലാണ് നമ്മൾ വണ്ടി കൊണ്ട് വന്നതാണ്. നമ്മൾ ക്യാമറൻ്റെ വർക്ക് എടുക്കുന്ന സൈറ്റിൽ നമ്മളിപ്പം സൈറ്റിക്കും വേണ്ടി എടുത്ത വണ്ടിയാണ്. അപ്പോൾ വണ്ടി ഒന്ന് കുറച്ചുകൂടി ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ഒന്നുകൂടി ഒന്ന് ഇറക്കാനെന്നുള്ളതിലാണ്. അപ്പോൾ കണ്ടില്ലേ, വണ്ടീൻ്റെ ഫുള്ള് ഫിനിഷിങ് വർക്കാണ്. ടയറും കാര്യമൊക്കെ നമ്മളിതാ ഫുൾ നല്ല അടിപൊളി നമ്മൾ ജേക്കേൻ്റെ ടയറാണ് ഇട്ടിട്ടുള്ളത്. ജേക്കേൻ്റെ 175/60-13 സൈസ് ആ ടയർ എല്ലാം കിട്ടാനില്ല. അപ്പോൾ അത് നമ്മൾ തപ്പി കണ്ടുപിടിച്ചിട്ട് കിട്ടിയ ടയറാണ്. ആ ഒരു ടയറും അലോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ പഴയ അലോയി തന്നെ പുതിയ നെട്ടൊക്കെ വാങ്ങി നമ്മൾ സെറ്റാക്കിയതാണ്. അപ്പോൾ അതാണ് വണ്ടിൻ്റെ ഓവറോൾ ലുക്ക് നല്ല മാറ്റം വേണം. ഇനി ബാക്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വൈപ്പർ സെറ്റ് ചെയ്യണമെന്നുണ്ട്. നമ്മുടെ ബാക്ക് സൈഡിൽ നമ്മുടെ വൈപ്പറും കാര്യമൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം കൂളിങ് ഫുള്ള് ഒട്ടിച്ചുകൊണ്ടും മഴക്കായാൽ നമുക്ക് പുറത്തേക്ക് കാര്യമായിട്ട് കാണാൻ കഴിയില്ല. കാരണം 100% ആണല്ലോ കൂളിംഗ് ഉള്ളത്. നമ്മൾ ഉള്ളിലാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കാര്യമായിട്ട് ഇപ്പം വലിയ വർക്കൊന്നും ചെയ്തില്ല. പഴയ ഒരു സ്റ്റിയറിങ് കാര്യങ്ങളും. ഇനി നമുക്ക് ഇതിൻ്റെ ഗിയറിൻ്റെ നോബൊന്ന് മാറ്റാണ്ട് ഏതെങ്കിലും ഒരു നോബ് നല്ലൊരു ഇത് വെക്കാണ്ട്, അതേപോലെ സെറ്റും കാര്യമൊക്കെ മാറ്റിയിട്ട് ആൻഡ്രോയിഡിലേക്ക് കൺവേർട്ട് ചെയ്യാണ്ട്, പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ മാറ്റാണ്ട്. അതൊക്കെ സാവകാശം നമ്മളിങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. ബാക്കി വേറെ കാര്യമായിട്ടൊന്നും നമ്മുടെ ഉള്ളിൽ ചെയ്തിട്ടില്ല. അതൊക്കെ ചെയ്യാനുള്ളത് വർക്കാണ്. നമ്മൾ കാര്യമായിട്ട് ചെയ്തത് ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് പറഞ്ഞാൽ സൈഡ് സ്കേർട്ട് നമ്മൾ സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്. ഓൺലൈൻ പേജിൽ നിന്ന് ഒരു സ്പെക്നാൻറ്റി പറഞ്ഞ ഓൺലൈൻ പേജിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് ഫിറ്റ് ചെയ്യാണ്ട്. കണ്ടില്ലേ, ബമ്പർ ലിപ്പ് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തതാണ്. അതും ഈ സ്പെക്നാൻറ്റി പറഞ്ഞ ആ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഏകദേശം 800 രൂപ ആ റേഞ്ചിന് നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ ഇനി ബാക്കി അപ്ഡേഷനൊക്കെ ഉടനെ വരും. അപ്പം ഓക്കെ, ബൈ.